റംസാൻ വ്രതമാസം ആത്മവിചാരണയുടെയും സ്വയം ശുദ്ധീകരണത്തിന്റെയും അവസരമാക്കാൻ വിശ്വാസി സമൂഹം ഒരുങ്ങി. നാളുകൾക്ക് മുൻപേ വീടും പരിസരവും ആരാധനാലയവും വൃത്തിയാക്കി ഒപ്പം മനസ്സുമൊരുക്കി കാത്തിരുന്നവർക്ക് ഇനി പുണ്യങ്ങളുടെ പൂക്കാലം. പ്രത്യേക നിശാനമസ്കാരമായ തറാവീഹിനുൾപ്പെടെ ആരാധനാലയങ്ങളിൽ കൂടുതൽ പേരെത്തുമെന്നതിനാൽ വിശ്വാസി കൂട്ടായ്മയുടെയും ഇഫ്താർ സംഗമങ്ങളിലൂടെയുള്ള സാമൂഹിക ഒത്തുചേരലിന്റെയും നാളുകൾക്ക് മുൻപേ വീടും പരിസരവും ആരാധനാലയവും വൃത്തിയാക്കി ഒപ്പം മനസ്സും ശരീരവും ഒരുക്കി കാത്തിരിക്കുന്നവർക്കിനി പുണ്യങ്ങളുടെ പൂക്കാലം. പ്രത്യേക നിശാനമസ്കാരമായ തറാവീഹിനുൾപ്പെടെ ആരാധനാലയങ്ങളിൽ കൂടുതൽ പേരെത്തുന്നതിനാൽ വിശ്വാസി കൂട്ടായ്മയുടെയും ഇഫ്താർ സംഗമങ്ങളിലൂടെ സാമൂഹിക ഒത്തുചേരലിന്റെയും സൗഹാർദ്ദകാലം കൂടിയാകും റംസാൻ. കാരുണ്യത്തിന്റെ ആദ്യ 10 പാപമോചനത്തിന്റെ 2ാമത്തെ 10 നരകമുക്തിയുടെ 3ാമത്തെ 10 പ്രത്യേക ദിക്കുകളുടെയും പ്രാർത്ഥനകളുടെയും നാളുകളാണ്. ഖുർആൻ പാരായണവും പഠനവും സജീവമാകും. സൽപ്രവൃത്തികൾക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട ലൈലത്തുൽ ഖദർ ആരാധനകൾക്കായി പൂർണ്ണമായും പള്ളിയിൽ കഴിച്ചുകൂട്ടുന്ന ഈ അക്തിഫാഖ് എന്നീ അവസാനത്തെ 10നെ ആത്മീയ ചൈതന്യമുള്ളതാക്കുമെന്ന് മതപണ്ഡിതന്മാർ പറയുന്നു. മാസങ്ങളായി പരിശുദ്ധമായ റമദാനു ഷരീഫിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ് വിശ്വാസികൾ. ഇന്ന് തറാവീഹ് നിസ്കാരത്തോടുകൂടെ വ്രതം ആരംഭിക്കുകയാണ്. നാളെ മുതൽ മുസ്ലിം ലോകം മുഴുവനും വ്രതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ സന്ദേശം ലോകത്തോട് പഠിപ്പിക്കുന്നത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിലുപരി സൃഷ്ടാവായ അള്ളാഹുവിനെ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അനുസരിക്കേണ്ടത് എന്നതിന് പരിപൂർണമായി പട്ടിണി കിടക്കുകയും വൈകുന്നേരമായാൽ ആ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച് 20ഓളം റക്അത്ത് തറാവീഹ് നിസ്കാരം, അതിനുശേഷം ഇങ്ങനെ തുടങ്ങുന്ന വ്രതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ 30 ദിവസക്കാലം സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക് അടുക്കുകയും ഒരു മനുഷ്യൻ യഥാർത്ഥമായ ഒരു മനുഷ്യനാവുകയും മറ്റുള്ള ജീവികളോടും അതുപോലെ സഹജീവികളോടും അങ്ങനെ എന്ന് വേണ്ട ലോകത്ത് മുഴുവനും കാരുണ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി ഒരു മാസം കൊണ്ട് മാറുന്ന ഒരു വലിയൊരു സന്ദേശം. നിർബന്ധിത ദാനമായ സക്കാത്ത് നൽകുന്നതിനായി റമസാനിലെ അവസാന നാളുകളാണ് വിശ്വാസികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. ശവ്വാൽ പുറ കാണുന്നതോടെ ഒരു മാസത്തെ വ്രതകാലത്തിന് സമാപനം കുറിച്ച് ഈദുൽ ഫിത്തർ ആഘോഷിക്കും. UTV ന്യൂസ്, പാലക്കാട്.